അപ്പോൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ അല്ലേ നമുക്ക് ആരും ചെയ്യാത്ത കൂട്ട് നമ്മൾ അത്രയ്ക്ക് ഡീപ്പിൽ പോയി പഠിച്ചു അല്ലേ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലേ, പ്യുവറായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സെമി കണ്ടക്ടർ. അത് 0 കെൽവിൻ ആയിരുന്നപ്പോൾ അതെന്തായിരുന്നു? ഒന്നും അല്ലേ, ഇൻസുലേറ്റർ ആയിരുന്നു. അത് 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 കെൽവിനി വന്നപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അത് എന്തായി കണ്ടക്ടിവിറ്റിയൊക്കെ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? പഠിച്ചായിരുന്നു അല്ലേ. പിന്നെ ഹോൾസ് അല്ലേ, ഹോൾസ് വെച്ച് എന്ത് ചെയ്ത് കറണ്ട് പോകുന്നത് ഒക്കെ പഠിച്ചു. ഇതെല്ലാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് പഠിച്ചു അല്ലേ. ഒരു പുസ്തകത്തിലും കിട്ടാത്ത അത്ര രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് അത്രയ്ക്ക് ഡീപ്പായിട്ട് കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അടുത്തതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. കണ്ടോ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടോ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രിൻസിക് എന്തോ പറഞ്ഞത് ഇറ്റ് ഈസ് പ്യുവർ നാച്ചുറൽ അല്ലേ, ഭയങ്കര നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടല്ലോ, ഇംപ്യുവർ സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്യുവർ സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇംപ്യുവർ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. കണ്ടോ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടല്ലേ, കണ്ടോ, ഇംപ്യൂർ ആയിട്ടുള്ള. അപ്പോൾ എന്തായിരിക്കും ഇംപ്യൂർ എന്ന് പറയുന്നത്? ഇംപ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് അത്ര പ്യുവർ അല്ല അല്ലേ. നമ്മൾ സിലിക്കൺ ക്രിസ്റ്റൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ സിലിക്കൺ ക്രിസ്റ്റലിനകത്ത് മുഴുവൻ എന്തുമായിരുന്നു? മുഴുവൻ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ, SI അല്ലേ, സിലിക്കൺ ആയിരുന്നു എല്ലാം അല്ലേ, അത് പ്യുവറായിരുന്നു. അപ്പോൾ ഇംപ്യൂർ എന്ന് വെച്ചാൽ എന്താ? ഇംപ്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ SI അല്ല, എന്തോ ഒരു ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു അഡീഷണൽ സാധനം പുറത്തു നിന്നൊരു കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മുടെ സെമി കണ്ടക്ടർ ഉണ്ടല്ലോ, പ്യുവറായിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ അടുത്ത ചോദ്യം അതല്ല, എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ? എന്തിനാണ് നമ്മൾ വെറുതെ ആഡ് ചെയ്യുന്നത്? ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടർ ഉണ്ടല്ലോ, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഹൈ ഒന്നുമല്ല, എന്തോ ഒരു സാധാ കണ്ടക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ 300 കെൽവിനിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായ കണ്ടക്ടിവിറ്റി വേണം. വി നീഡ് ഹൈ കണ്ടക്ടിവിറ്റി. സോ വി ആർ ആഡിങ് സം ഇംപ്യൂരിറ്റി ടു പ്യുവർ സെമി കണ്ടക്ടർ. എന്തിനാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കുന്നത്? പ്യുവർ സെമി കണ്ടക്ടറിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. എന്തിനാ ആഡ് ചെയ്യുന്നത്? നമ്മൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ. സോ ദാറ്റ് മീൻസ് വി ആർ ആഡിങ് ഇംപ്യൂരിറ്റി. കണ്ടോ, വി ആർ ആഡിങ് ഇംപ്യൂരിറ്റി. കണ്ടോ, ഇംപ്യൂരിറ്റി എന്ന് വെച്ചാൽ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആറ്റമോ മോളിക്യൂളോ എന്തോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നു. ഇംപ്യൂരിറ്റി ടു പ്യുവർ സെമി കണ്ടക്ടർ എന്തിനാ? ഇൻ ഓർഡർ ടു ഇൻക്രീസ് അല്ലേ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ അല്ലേ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് the conductivity, in order to increase the conductivity of the semiconductor. Kanda, in order to increase the conductivity of the semiconductor. Kanda, സെമികണ്ടക്ടറുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. അപ്പം എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇംപ്യൂർ സെമി കണ്ടക്ടർ. ദാറ്റ് മീൻസ് സംതിങ് വി ആർ ആഡിങ് എക്സ്റ്റേണലി അല്ലേ, വി ആർ ആഡിങ് എക്സ്റ്റേണൽ തിങ് ടു ദ പ്യൂർ സെമി കണ്ടക്ടർ. വൈ വി ആർ ആഡിങ് ടു ഇൻക്രീസ് ദ സെമി കണ്ടക്ടർ? ഇനി അടുത്ത ചോദ്യം വരും, എങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണിത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ ഉണ്ടല്ലോ, adding the impurity to the pure semiconductor in order to increase the conductivity of semiconductor. ഈ പ്രോസസ്സിനെ ഒരു പേര് പറയും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. This is called doping. കണ്ടോ, this is called എന്താ? ഡോപ്പിംഗ്. കണ്ടോ, ഡോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? adding some impurity to the pure semiconductor in order to increase the conductivity of the semiconductor. That is called doping. The process of adding, എന്താ പറയാൻ പറ്റും നമുക്ക്? It is the process of adding impure material or impurity അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മതി. കണ്ടോ, പ്രോസസ് ഓഫ് ആഡിങ് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? ഡോപ്പിംഗ് ആവും. കേട്ടോ, പ്രോസസ് ഓഫ് ആഡിങ് impurity to
impure semiconductor, to increase the conductivity of the semiconductor is called doping. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏത് ഇംപ്യൂർ മെറ്റീരിയൽ ആണോ ആഡ് ചെയ്യുന്നത്, കണ്ടോ, ഏത് ഇംപ്യൂർ മെറ്റീരിയൽ ആണോ ആഡ് ചെയ്യുന്നത്, കണ്ടോ, the impurity that we are adding to the semiconductor is called dopant. എന്താ പറയുക? ഓപ്പൻ ഒന്നുമല്ല. to the semiconductor is called dopant. കണ്ടോ? എന്താ പറയുന്നത്? ഡോപ്പൻ്റ് എന്ന് പറയും. കണ്ടോ? ഡോപ്പൻ്റ്. കണ്ടില്ലേ? The impurity that we are adding to the semiconductor is called dopant. കണ്ടോ? The process of adding impurity to the pure semiconductor in order to increase the conductivity of the semiconductor is called doping. And the atom or impurity എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പ്യൂർ ആയിട്ടുള്ള സിലിക്കണിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ കെട്ട കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇതിനകത്ത് പറയുന്നത് എന്താ? സിലിക്കണ്ണാണ് അല്ലേ? സിലിക്കണിൻ്റെ പുറത്തുനിന്ന് ഒരു കാര്യം കൊണ്ടുവരും അല്ലേ? അതിനെയാണ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലേ? ദ ഇമ്പ്യൂരിറ്റി ദാറ്റ് വി ആർ ആഡിങ് ടു ദ സെമികണ്ടക്ടർ ഈസ് കാൾഡ് ഡോപ്പന്റ്. ഇമ്പ്യൂരിറ്റി ആറ്റം അല്ലേ? ഇതിനെന്തായി? ഒരു ആറ്റം ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ മോളിക്യൂളോ എന്തെങ്കിലും ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നതിനെയാണ്, പുറത്തുനിന്ന് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോപ്പന്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നത്, ആ പ്യൂറായിട്ടുള്ള മെറ്റീരിയലിലോട്ട് നമ്മൾ ഏത് കാര്യമാണോ, ഏത് ആറ്റമാണോ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. അതിനെ നമ്മൾ ഡോപ്പൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലായി ഡോപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി, ഡോപ്പൻ്റ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും നമ്മളൊരു പ്യൂറായിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ അല്ലേ, പ്യൂർ, അതിനകത്ത് സിലിക്കൺ മാത്രമേ ഉള്ളൂ, അതിനകത്തുള്ള സെമി കണ്ടക്ടറിൽ എങ്ങനെയായിരിക്കും അതിനകത്തോട്ട് കയറ്റുന്നത്? അത് രണ്ട് രീതിയിൽ കയറ്റും. അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെ ആയിരിക്കും അതിനെ കയറ്റുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെയാണെന്നറിയാം, നമ്മൾ ചിലപ്പം ഈ പ്യൂറായിട്ടുള്ള നമ്മുടെ എന്ത് ചെയ്യുമെന്നറിയാം, പ്യൂറായിട്ടുള്ള സെമി കണ്ടക്ടർ കൊണ്ട് എടുക്കും. പ്യൂറായിട്ടുള്ള സെമി കണ്ടക്ടർ എടുക്കും, മനസ്സിലായല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇതിനെ നമ്മൾ നമ്മുടെ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആറ്റം തങ്ങി നിൽക്കുന്ന ഏരിയയിലോട്ട് അങ്ങോട്ട് വിടും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. കണ്ടോ, ഇതിനെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. അപ്പം എന്ത് പറ്റുമെന്നറിയാം, സം ഇമ്പ്യൂർ ആറ്റം വിൽ ഡിഫ്യൂസ്. ഇമ്പ്യൂർ ആറ്റം എന്ത് ചെയ്യും, ഈ സെമി കണ്ടക്ടറിലോട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇവിടുന്ന് പതുക്കെ എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. കാരണം എന്താ, ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, കുറച്ച് ഡിഫ്യൂഷൻ ഉണ്ടാകും. ചില ആറ്റത്തിൻ്റെ എന്ത് ചെയ്യും, ഡിഫ്യൂഷൻ ഉണ്ടാകും. മനസ്സിലായോ? അതിനെയാണ് എന്തെന്ന് പറയുക, അതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. കണ്ടോ, ഫസ്റ്റ് ഒരു മെത്തേഡ് എന്താണ്, എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യും, പ്യൂർ മെറ്റീരിയലിനെ പ്യൂർ സെമി കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓഷ്യൻ ഓഫ് ഇമ്പ്യൂർഡ് ആറ്റംസിൻ്റെ തൊട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെമി കണ്ടക്ടറിനെ എന്ത് ചെയ്യും, അങ്ങോട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഡിഫ്യൂഷൻ നടക്കും അല്ലേ, എന്ത് ചെയ്യും, ഡിഫ്യൂഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിഫ്യൂഷൻ ഓഫ് അല്ലേ, വേണമെങ്കിൽ തെർമൽ ഡിഫ്യൂഷൻ എന്ന് പറയും. തെർമൽ ഡിഫ്യൂഷൻ ഓഫ് ഇമ്പ്യൂർ ആറ്റംസ് അല്ലേ, ടു ദ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. തെർമൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. തെർമൽ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഡെപ്തിലും പഠിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് എങ്ങനെ ഇത് ഇമ്പ്യൂർ ആറ്റം എന്ത് ചെയ്യുന്നത്, ഈ പ്യൂർ ആറ്റം, ഇതാണ് പ്യൂർ കേട്ടോ. അപ്പോൾ നമ്മൾ ഓഷ്യൻ ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റത്തിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഹീറ്റ് കൂട്ടുമ്പം കുറച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഡിഫറൻസ് ചെയ്യും. അപ്പോൾ നമ്മുടെ അല്ലേ പുറത്ത് കിടക്കുന്ന ഇമ്പ്യൂർ ആയിട്ടുള്ള ആറ്റം പതുക്കെ ഇതിനകത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ്, ഇതിനെയാണ് തെർമൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, ഓഫ് ഇമ്പ്യൂർ ആറ്റംസ് ടു ദ എന്തെന്ന് പറയും, ടു ദ പ്യൂർ സെമി കണ്ടക്ടർ അല്ലേ, അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതൊരു മെത്തേഡാണ്, എന്തിന്, ഡോപ്പിങ്ങിനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാം, ബൈ ദ ബൊംബാർഡ്മെൻറ്റ് ഓഫ് പ്യൂർ സെമി കണ്ടക്ടർ വിത്ത് ദ രണ്ടാമതൊരു മെത്തേഡാണ്
bombardment of pure semiconductor അല്ലെങ്കിൽ intrinsic semiconductor with the impurity atoms കണ്ടോ ഇമ്പ്യൂരിറ്റി ആറ്റം ആയിട്ട് ഇപ്പം നമ്മുടെ ഇത് പ്യുവർ സെമി കണ്ടക്ടറാണ്. ഈ പ്യുവർ സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഇമ്പ്യൂരിറ്റി ആറ്റത്തിനുമായിട്ട് ഭയങ്കരമായിട്ട് ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, ഇടിപ്പിക്കും കേട്ടോ. ഇതിനെ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ത് ചെയ്യും, ഈ പ്യുവർ സെമി കണ്ടക്ടറിലോട്ട് ഭയങ്കര ഹൈ വെലോസിറ്റി വന്ന് ഇടിക്കും. മനസ്സിലായി? അപ്പം കുറേ എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റി ആറ്റം അതിനകത്ത് കയറി അങ്ങോട്ടിരിക്കും കേട്ടോ. അതിനകത്തോട്ട് കയറിയിരിക്കുമ്പം ഇതെന്തായി, പ്യുവർ സെമി കണ്ടക്ടർ ഇമ്പ്യൂറായി, അപ്പം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറായി. അതുപോലെ തന്നെ നമ്മൾ തെർമോ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ പുറത്തുള്ള ആറ്റം നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടറിനകത്തോട്ട് കയറിയിരിക്കും. അപ്പോൾ അത് പ്യുവർ ആയിരുന്നു, ഇപ്പം കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് വന്നതുകൊണ്ട് അത് ഇമ്പ്യൂറായി. അപ്പോൾ എന്തു മാറി, അത് എന്തുമായി, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കേട്ടോ. ഇതാണ് ജസ്റ്റായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ, ഇമ്പ്യൂർ സെമി കണ്ടക്ടർ ഈസ് കാൾഡ് extrinsic semiconductor. Why we are making the intrinsic semiconductor to extrinsic semiconductor? In order to increase the conductivity of the semiconductor, so that we are converting our intrinsic or pure semiconductor to the extrinsic semiconductor. How we are converting intrinsic semiconductor to extrinsic semiconductor? We are converting by adding some impurity atoms to the intrinsic semiconductor. By adding some impurity atoms to the intrinsic semiconductor, and we will convert it to extrinsic semiconductor. How we are increasing, or how we are adding the external atoms to the intrinsic semiconductor? By one of thermal diffusion, and other is by bombardment of impurity atoms with the pure semiconductor. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് അല്ലേ.